ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 70ാമത് ഫിലിം ഫെയർ അവാർഡ് വീണ്ടും മികച്ച നടനായി എത്തിയിരിക്കുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. ഇന്ന് കൊച്ചിയിൽ നടന്ന ആ അവാർഡ് ദാന ചടങ്ങിൽ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, വീണ്ടും മമ്മൂട്ടി തന്നെ മികച്ച നടനായിരിക്കുന്നു. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ മലയാളം മമ്മൂട്ടി ഭ്രമയുഗം. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു പൃഥ്വിരാജും അതേപോലെ തന്നെ ആസിഫ് അലിയും ഈ ഒരു വേദിയിലുണ്ടായിരുന്നു. മികച്ച നടൻ ക്രിറ്റിക്സ് അവാർഡാണ് ഇവർക്ക് രണ്ടു പേർക്കും ലഭിച്ചിരിക്കുന്നത്. വിജയരാഘവനാണ് മികച്ച മെയിൽ സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ കന്നഡയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ബെസ്റ്റ് ആക്ടർ ലീഡിംഗ് റോളിൽ വന്നിരിക്കുന്നു ശ്രീമുരളി. തെലുങ്കിൽ മികച്ച നടനായി അല്ലു അർജുനും മികച്ച സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് അമിതാഭ് ബച്ചനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് തമിഴിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കാർത്തിയാണ് മികച്ച ആക്ടറായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്നൊരുക്കുകയായിരുന്നു. നമ്മൾ ഉറപ്പിച്ചിരുന്നു ഇതിനകത്തിൽ ഈ ഒരു അവാർഡിൽ ആര് നേടുമെന്നുള്ളത്. അത് ഉറപ്പായിരുന്നു, ചാത്തൻ തന്നെ കൊണ്ടുപോകും. അതിനെ മുകളിലേക്ക് വെക്കാനില്ല. പല മാൻറസങ്ങളും ഒരു പക്ഷേ ഒരു നടനും ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തന്നെയുള്ള ഒരു വേഷമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വേഷപ്പകർച്ചയായിരുന്നു മമ്മൂട്ടി അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയുള്ള നമ്മുടെ മുന്നിലുള്ള ചോദ്യം നാഷണൽ അവാർഡാണ്. തീർച്ചയായും അതിനകത്തിലെ ഒന്നോ രണ്ടോ സീൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും അത് നാഷണൽ അവാർഡിൽ ഏത് റേഞ്ചിൽ നിൽക്കും. ഒരു പക്ഷേ നാഷണൽ അവാർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ഇത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ കടമ്പകൾ ഒരുപാടുണ്ട്. ഒന്ന്, മമ്മൂട്ടിയാണ്, മലയാളമാണ്, അതുകൊണ്ട് തന്നെ അവിടെ വരെ ഈ സിനിമ എത്തുമോ എന്നുള്ളത്. തീർച്ചയായും ഓസ്കാർ വേദിയിൽ ഇത്രത്തോളം പ്രകമ്പനം സൃഷ്ടിക്കാൻ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിന് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് പോയ പല ചിത്രങ്ങളെക്കാളും മികച്ചു നിന്നിരുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്നുള്ളത്. ഓസ്കാർ വേദിയിൽ അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു സിനിമ ഇന്ന് ചർച്ചാ വിഷയമാവുകയാണ് വേൾഡ് വൈഡ് ആയിട്ട്. അതിനിടയിൽ മറ്റൊരു അവാർഡ് കൂടി നമ്മൾ ഉറപ്പിച്ചിരുന്നു. ഭ്രമയുഗം എന്ന സിനിമ ആ റേഞ്ചിലേക്ക് എത്തേണ്ട ഒരു ചിത്രം തന്നെയാണ്, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനം. ബാക്കി അതിനകത്തുള്ളവരുടെയും പ്രകടനങ്ങൾ അതിഗംഭീരമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും മമ്മൂട്ടി ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അതൊന്നും അത്ര എളുപ്പത്തിൽ വേറെ ഒരു നടനും, എന്തിന് മോഹൻലാലിനെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പോലും ചെയ്യാൻ കഴിയില്ല എന്ന് 100% ഉറപ്പുള്ള ഒരു വേഷം തന്നെയാണ്. ഇവർ രണ്ടുപേരെയും കുറിച്ച് പറയുമ്പോൾ പല സിനിമകളും ഇവർ ചെയ്തിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ കഴിയാത്ത സിനിമകളുണ്ട്. ഇത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ചിത്രങ്ങളുമുണ്ട്. വാനപ്രസ്ഥം പോലെ ഒരു സിനിമ ഒരിക്കലും മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരിക്കലും മോഹൻലാൽ എത്ര വിചാരിച്ചാലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും നമുക്കറിയാം. കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് 70ാമത് ഫിലിം ഫെയർ അവാർഡ് സൗത്ത് വിത്ത് കേരള ടൂറിസമാണ് നടത്തിയത്. ആദ്യമായി മലയാള മണ്ണിൽ ഇങ്ങനെ ഒരു വിരുന്നൊരുക്കുമ്പോൾ അത് മമ്മൂട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും നമുക്ക് ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ ഫീമെയിലായിട്ട് ലിജോ മോൾ ജോസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറായിട്ട് ജിതിൻ രാജാണ്. ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ഫീമെയിലായിട്ട് വൈക്കം വിജയലക്ഷ്മി. ബെസ്റ്റ് മ്യൂസിക് ആൽബം സുഷിൻ ശ്യാമാണ്. ബെസ്റ്റ് ലിറിക്സ് റഫീഖ് അഹമ്മദാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെ. ബെസ്റ്റ് ഡെപ്റ്റൻ ഡയറക്ടർ ജോജു ജോർജാണ്. അതുപോലെ തന്നെ ജിതിൻ ലാലിനും ലഭിച്ചിരിക്കുന്നു. കൂടാതെ മേതിൽ ദേവിക ഡെപ്റ്റൻ ഫീമെയിലായി എത്തിയിരിക്കുന്നു. അങ്ങനെ KR ഗോകുൽ ആടുജീവിതം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ഒരു ആൾക്ക് അത്രത്തോളം മികച്ച ഒരു പ്രകടനം, ഒരു പക്ഷേ പൃഥ്വിരാജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനമാണ് അന്ന് സിനിമ കണ്ടപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഇവിടെ ലഭിക്കുകയാണ്. ബെസ്റ്റ് ഡെപ്റ്റ് മെയിൽ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരുന്നു. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെ. മറ്റൊരു എടുത്തു പറയാനുള്ളത് ഭാവന സിനി ഐക്കൺ അവാർഡ് നേടിയിരിക്കുന്നു. അങ്ങനെ മലയാളത്തിനെ ഞെട്ടിച്ചുകൊണ്ട് അതിഗംഭീരം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയിരിക്കുന്നു ശ്രീനിവാസനും ശ്രീകുമാരൻ തമ്പിയും. അങ്ങനെ മലയാളത്തിൽ വീണ്ടും ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് നേടുന്ന നടനായി മാറിയിരിക്കുന്നു വീണ്ടും മമ്മൂട്ടി. അങ്ങനെ നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത്, അതായത് യാതൊരു സംശയവുമില്ലാത്ത ലെവലിലുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ പ്രകടനം എന്ന് തന്നെ പറയാം. ഇതിന് മുകളിലേക്കുള്ള ഒരു ചിത്രം കഴിഞ്ഞ ഒരു 25 അല്ലെങ്കിൽ 35-40 വർഷമായി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അത്ര മികച്ച രീതിയിലുള്ള സിനിമ. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ ഒരു ദശാബ്ദം അല്ലെങ്കിൽ 2 ദശാബ്ദത്തിൽ ഇത്രത്തോളം മികച്ച ഒരു സിനിമ ഈവൻ മമ്മൂട്ടിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും അറിയാം. അങ്ങനെ വീണ്ടും ആ ഒരു ദിവസവും കൂടെ കടന്നു പോവുകയാണ്. ഫിലിം ഫെയർ അവാർഡ് സൗത്ത് 70ാമത്തെ. 69ാമത്തേലും മമ്മൂട്ടി തന്നെയായിരുന്നു മികച്ച നടൻ. നൻപകൽ നേരത്ത് മയക്കം. അടുത്ത വർഷം വീണ്ടും കളങ്കാവലുമായി മമ്മൂട്ടി ഉണ്ടാകും. അതിനടുത്ത വർഷം അടുത്ത ചിത്രം പദയാത്രയുമായി ഉണ്ടാകും. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ് ഗ്രേ മീഡിയാസ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.